ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ റിജോ ആന്റണിയെ ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിൽ നിന്ന് പട്ടാപ്പകൽ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി 15 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ ബാങ്കിന്റെ പരിസരത്തു തന്നെയുള്ള ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണിയെ കവർച്ച നടത്തി 36 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ ദിവസമാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. പ്രതിയുടെ വീട്ടിൽ നിന്ന് 12 ലക്ഷം രൂപയും പ്രതി കടം വാങ്ങിയ സുഹൃത്തിന് നൽകിയ 2,90,000 രൂപയും ഉൾപ്പെടെ 14,90,000 രൂപ പോലീസ് കണ്ടെടുത്തു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത പോലീസ് തിങ്കളാഴ്ച രാവിലെ പ്രതിയുടെ വീട്ടിലും കവർച്ച നടത്തിയ ബാങ്കിലും പ്രതി പണം കൈമാറിയ സുഹൃത്തിന്റെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ബാങ്കിൽ നടത്തിയ തെളിവെടുപ്പ് 20 മിനിറ്റോളം നീണ്ടുനിന്നു. തെളിവെടുപ്പിനായി പ്രതിയെ ബാങ്കിന് മുന്നിൽ എത്തിച്ചതറിഞ്ഞ് വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത്. പിന്നീട് ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിച്ച ശേഷം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വൻ സുരക്ഷാ സന്നാഹത്തോടെ വൈകിട്ട് ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. 30 മിനിറ്റിലേറെ നീണ്ട കോടതി നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതി റിമാൻഡ് ചെയ്ത് വിയ്യൂർ ജില്ലാ ജയിലിലേക്ക് അയച്ചു. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ ചൊവ്വാഴ്ച കോടതി പരിഗണിക്കും. പ്രതിക്കുവേണ്ടി അഡ്വക്കേറ്റ് സജീർ റാഫേൽ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. കുറ്റകൃത്യപരമായ അതിക്രമം, ഭവനഭേദനം എന്നീ 3 കുറ്റങ്ങളാണ് പ്രധാനമായും റിമാൻഡ് റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്നത് എന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രതിയുടെ അഭിഭാഷകനുമായ സജീർ റാഫേൽ പറഞ്ഞു. 3 ഒഫൻസ് നോൺ ബെയിലബിൾ ആണ്. 1 റോബറി, 2 ഹൗസ് ബ്രേക്കിംഗ്, 3 ക്രിമിനൽ ട്രെസ്പാസ്. അതിൽ 3 നോൺ ബെയിലബിൾ ഒഫൻസുകൾ ഇട്ടിട്ടുണ്ട്. പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും കസ്റ്റഡി വാങ്ങിയതിന് ശേഷം വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തിട്ടായിരിക്കും ബെയിൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുക. അതുവരെ ഇപ്പോൾ ഈ ഒരു ജയിലിലേക്ക് ആളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. റിക്കവറി ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തോ ചെറിയ കാര്യങ്ങളുള്ളൂ. എമൗണ്ട് ഏതാണ്ട് റിക്കവറി ചെയ്തെന്നാണ് പറയണത്. TCV തൃശൂർ.